ഹലോ. അപ്പം നമ്മുടെ ആർട്ട് ട്വിസ്റ്റ് ബൈ അഞ്ജന എന്ന പേജിലെ ആദ്യത്തെ ലോങ് വീഡിയോ കേട്ടോ ഇത്. എന്തായാലും ഒരു ലോങ് വീഡിയോ ഇടാൻ പോവല്ലേ, ആദ്യം തന്നെ നമ്മുടെ തമ്പാച്ചനെ കണ്ട് ഒന്ന് പ്രാർത്ഥിച്ച് തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മൾ ഇന്ന് പോണത് മറ്റത്തൂർ പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒമ്പതുങ്ങൽ എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ശ്രീ കൈലാസ ക്ഷേത്രത്തിലേക്കാണ് കേട്ടോ. എൻ്റെ വീടിൻ്റെ അവിടെ നിന്ന് ഒരു 6-7 കിലോമീറ്റർ ദൂരം ഉണ്ടാവും. ഈ അമ്പലം ഇരിക്കണത് ഒരു കുന്നിൻ്റെ മുകളിലാണ്. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുമ്പോൾ ചെറിയൊരു കുന്നായിട്ടൊക്കെയൊന്നും തോന്നാം, പക്ഷെ ആ സ്റ്റെപ്പ് കയറി വരുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് കിതച്ചൊക്കെ ഒരു പരിവവും. പക്ഷെ അവിടെ എത്തിക്കഴിയുമ്പോൾ, അതിൻ്റെ മുകളിൽ എത്തിക്കഴിയുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് ഫീലാണ്. അപ്പോൾ ഞങ്ങൾ പോയി ഇതേ തൊഴുതൊക്കെ വന്ന് നമ്മുടെ ക്ഷീണമൊക്കെ മാറ്റാനായിട്ട് അവിടെ നിന്ന് നല്ല കഞ്ഞിയും പയറുപ്പേരിയും അച്ചാറും ഒക്കെ കിട്ടും കേട്ടോ. മിക്ക ദിവസങ്ങളിലുണ്ടാവും. അപ്പോൾ നമ്മളിതേ കഞ്ഞിയൊക്കെ കുടിച്ച് കഴിഞ്ഞ് പിന്നെ അവിടെ നിന്ന് മേളിൽ നിന്ന് താഴത്തേക്ക് നോക്കുമ്പോഴുള്ള വ്യൂ ഉണ്ടല്ലോ, ഫുൾ പോസിറ്റീവാണ്. അതായത് ഒരു കാടിൻ്റെ മുകളിൽ ഒരു അമ്പലം. ഇവിടെ പണ്ട് ഫുള്ളും എന്താ പറയുക, ചുറ്റും നമ്മുടെ പാറമടയില്ലേ അതായിരുന്നു കേട്ടോ. പാറമടയുടെ ഇതിൽ പാറ പൊട്ടിച്ച് 3 സൈഡിലും, അതായത് പാറയുടെ കുഴി ഉണ്ടാവില്ലേ, വെള്ളമൊക്കെ ഉണ്ട്, അങ്ങനെ ഒരു സംഭവം ഉണ്ട്. പക്ഷെ ഇവിടെ പൊട്ടിക്കാൻ നോക്കിയിട്ട് മാത്രം പൊട്ടിക്കാൻ പറ്റിയില്ല എന്നാണ് ഞാൻ കേട്ടത്. ശരിയാണോന്നൊന്നും നമുക്കറിയില്ല, പക്ഷെ അവിടെയുള്ളവരൊക്കെ പറഞ്ഞിട്ടുള്ളൊരു അറിവാട്ടാ. അപ്പം നമ്മൾ ഇനി താഴത്തേക്ക് ഇറങ്ങാൻ പോവാം. താഴത്തേക്ക് ഇറങ്ങുമ്പോൾ അവിടെ ഊഞ്ഞാലൊക്കെ ഇട്ടുണ്ട്. അപ്പം എൻ്റെ മോനൊരു പൂതി ഒന്ന് ഊഞ്ഞാലാടണമെന്ന്. അന്ന് അവൻ ആടിക്കോട്ടെ എന്ന് വെച്ചു. ഇതിവിടെ തിരുവാതിര വരില്ലേ, ശിവൻ്റെ അമ്പലമായ കാരണം തന്നെ മറ്റേ തിരുവാതിര വരുമ്പോൾ ആടാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുള്ളതാ. അല്ലാണ്ടും ആടൊക്കെ ചെയ്യാട്ടാ, അങ്ങനെ അവിടെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ അവൻ്റെ കുറച്ച് നേരമൊക്കെ ആടി. അത് കഴിഞ്ഞപ്പോൾ അവന് പേടിയായി തെറിച്ച് വീഴുമെന്ന്, അവൻ്റെ അച്ഛൻ്റെ അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോവാണേ. ഇനി സ്റ്റെപ്പ് മൊത്തം ഇറങ്ങണല്ലോ എന്നാലോചിക്കുമ്പോൾ ഒരു സങ്കടം. അപ്പം നമ്മളിങ്ങനെ പതിയെ പതിയെ പോവാട്ടോ. അപ്പം ഞാൻ ആ പാറമട, അതായത് ആ കുളം കാണിച്ചു തരാം കേട്ടോ. ഇതാണ് ഇതിൻ്റെ അപ്പുറത്തെ സൈഡ് ഇപ്പുറത്തെ സൈഡൊക്കെ ഇങ്ങനെ തന്നെയാണ് കേട്ടോ. അവിടെ കമ്പിവേലിയൊക്കെ ഇട്ട് സേഫാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ആരും അങ്ങനെ അങ്ങോട്ട് പോവാറൊന്നുമില്ല. ഇത് നമ്മുടെ വീടിൻ്റെ അവിടേക്ക് പോണ വഴിക്കുള്ളൊരു പാടാട്ടാ. എനിക്ക് അങ്ങോട്ട് പോകുമ്പോൾ എടുക്കണം എന്നുണ്ടായി, അപ്പം പറ്റിയില്ല. അപ്പം തിരിച്ചു വന്നപ്പോൾ എടുത്തതാട്ടാ. നമ്മുടെ സ്ഥലത്തിനൊക്കെ ഇത്രയും ഭംഗിയുണ്ടോയെന്ന് ഓരോ വീഡിയോസൊക്കെ എടുക്കുമ്പോഴാട്ടാ മനസ്സിലാവണേ. അപ്പം നമ്മുടെ വീട്ടിലേക്കുള്ള കയറ്റം കയറി. ഇനി നമ്മുടെ അമ്പലത്തിൽ ഓണംകളി മത്സരമുണ്ട്. നിങ്ങളിപ്പോൾ വിചാരിക്കണം ഓണം കഴിഞ്ഞിട്ട് എന്നിട്ട് ഓണംകളി മത്സരം എന്ന്. ഇവിടെയൊക്കെ അങ്ങനെയാണ്. ഓണംകളി എന്ന് പറഞ്ഞാൽ നമ്മുടെ കൈകൊട്ടിക്കളിയില്ലേ, അത് പാട്ട് വെച്ചിട്ടൊന്നുമല്ല, നമ്മുടെ പണ്ടത്തെ രീതിക്ക് പാടി തന്നെ കളിക്കുന്നതാട്ടാ. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ അതായിട്ട് വരാം കേട്ടോ. അപ്പോൾ ബൈ.